ഹലോ, നമസ്കാരം. ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. പണം ഇല്ലെങ്കിൽ അത് തീർച്ചയായും പ്രശ്നമാണ്. ദൈനംദിന ചിലവുകൾക്കുള്ള പണം കണ്ടെത്തിയേ തീരൂ. അതിനു പുറമെയാണ് കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, ഗൃഹനിർമ്മാണം, വാഹന വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് പണം കണ്ടെത്തിയേ തീരൂ. കൂടാതെ ചികിത്സയ്ക്കും പണം കണ്ടെത്തണം. ഇനി ഇതിനൊക്കെ പണം കണ്ടെത്താൻ വേണ്ടി വായ്പ എടുത്താലോ? അപ്പോഴും പ്രശ്നങ്ങളുണ്ട്. വായ്പ കൃത്യമായി അതിൻ്റെ പലിശ സഹിതം തിരിച്ചടയ്ക്കണം. തിരിച്ചടവ് മുടങ്ങിയാലോ? അപ്പോൾ പിഴപ്പലിശ വരും. പിന്നെയും മുടങ്ങിയാലോ? അപ്പോൾ ജപ്തി വരും. ഇനി പണം ഉണ്ടായാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ഉണ്ടാവില്ല. പണമുണ്ടായാൽ ഈ പണമില്ലാത്ത പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്ന് പറയരുത്. പുതിയ പ്രശ്നങ്ങൾ വരും. പണമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളല്ല, പണം ഉള്ളതിൻ്റെ പ്രശ്നങ്ങൾ വരും. പണം ഉള്ളതിൻ്റെ പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കും. തീർച്ചയായും ഉണ്ട്. കാരണം പണം കയ്യിൽ വന്നുകൂടിയാൽ പിന്നെ ഇത് എവിടെ സൂക്ഷിക്കും, എവിടെ നിക്ഷേപിക്കും? ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പണം എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ വിനിയോഗിക്കണം, ഈ പണം കൊണ്ട് എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കണം? അപ്പോൾ പരമ്പരാഗതമായ നിയമവിധേയമായ സുരക്ഷിതമായ പ്ലാറ്റ്ഫോമുകൾ, പാർക്കിംഗ് ഗ്രൗണ്ടുകളുണ്ട്. അവിടെ നമുക്ക് പണം നിക്ഷേപിക്കാം. നമുക്ക് ന്യായമായ ലാഭം അവിടെ കിട്ടും. നമ്മുടെ പണം തീർച്ചയായും വർദ്ധിക്കും. അങ്ങനെ വർദ്ധിച്ചു തരുന്ന പല നിക്ഷേപ പദ്ധതികളുമുണ്ട്. പക്ഷേ അപ്പോഴേക്കും അവിടെ അത്യാഗ്രഹവും ആർത്തിയും ചാടി വീഴും. അപ്പോൾ അവർ പറയും, ഇവിടെയൊക്കെ നിക്ഷേപിച്ചാൽ എങ്ങനെയാ? അതൊക്കെ നഷ്ടമല്ലേ, നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കണ്ടേ? അപ്പോൾ അതിന് വേറെ ഏതെങ്കിലും പാർക്കിംഗ് ഗ്രൗണ്ട് അത് നോക്കാം. അപ്പോൾ ഇത് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരാണ് പണത്തട്ടിപ്പുകാർ. അവർ ചാടി വീഴും. പിന്നെ അവരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന മോഹന വാഗ്ദാനങ്ങളാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 6 മാസം കൊണ്ട് പണം ഇരട്ടിയാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ പലിശ കിട്ടും, വലിയ ലാഭം കിട്ടും, അതിന് പുറമെ വേറെയും പല ആനുകൂല്യങ്ങൾ. അപ്പോൾ പണമുള്ളവൻ പലപ്പോഴും ഈ മോഹന വാഗ്ദാനങ്ങളിൽ അങ്ങ് വീണു പോകും. പിന്നെ അവൻ്റെ പൈസ എവിടെ പോയി, എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ മതി. അതുകൊണ്ട് പണം ഉണ്ടായാൽ പ്രശ്നങ്ങൾ തീർന്നു എന്ന് വിചാരിക്കരുത്. പണം ഉണ്ടായാലും പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കണമെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ യോഗ്യത മാത്രം പോരാ, ഉന്നത സാമ്പത്തിക സാക്ഷരതയും കൂടി വേണം. കയ്യിൽ കിട്ടുന്ന പണം എങ്ങനെ സുരക്ഷിതമായി ഉപയോഗിക്കാം, എങ്ങനെ അത് വർദ്ധിപ്പിക്കാം, എങ്ങനെ നിക്ഷേപം നടത്താം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള കൃത്യമായ ഒരു വിദ്യാഭ്യാസം അത് ആവശ്യമാണ്. അതില്ലെങ്കിൽ പണം എത്ര കുന്നുകൂട്ടിയാലും അത് പരുന്തും കാലയിൽ റാഞ്ചിപ്പോകും. കാരണം നിങ്ങളുടെ പണം റാഞ്ചാനായിട്ട് മനുഷ്യപ്പരന്തുകൾ ഇങ്ങനെ ചുറ്റി നടക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.